ഈ കാർബ്സ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് കൊളസ്ട്രോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. നമ്മുടെ ബോഡിയിൽ ഏകദേശം 85% കൊളസ്ട്രോൾ ബോഡി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു 15% കൊളസ്ട്രോൾ മാത്രമാണ് ഡയറ്റിൽ നിന്ന് വരുന്നത്. ഇപ്പൊ 2015 നടന്ന സ്റ്റഡിയിലൊക്കെ പറയുന്നത് ഹാർട്ട് ഡിസീസ് ഒന്നും ഡയറ്ററി കൊളസ്ട്രോളുമായിട്ട് ലിങ്ക് അല്ല എന്നുള്ളതാണ്. അതിന്റെ അപ്പർ ലിമിറ്റ് ഒക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ എങ്ങനെയായിരിക്കും ബോഡി 85% കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്? നമ്മൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ഫസ്റ്റ് ബോഡി ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഗ്ലൂക്കോസിൽ രണ്ട് പ്രോസസ്സ് നടക്കും. ഫസ്റ്റ് വൺ ഗ്ലൈക്കോജനസിസ്. ഇത് കോമൺലി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷേ ഈ രണ്ടാമത്തെ പ്രോസസ്സ് അധികം ആരും പറയുന്നത് കേട്ടിട്ടില്ല. ഇറ്റ്സ് കോൾഡ് ഗ്ലൈക്കോലൈസിസ്. എന്താണ് ഗ്ലൈക്കോലൈസിസ്? ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ പൈറുവേറ്റ് മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ കയറിയിട്ട് അസറ്റൈൽ കോയ ആയിട്ട് പുറത്തേക്ക് വരും. ഈ അസറ്റൈൽ കോയാണ് കൊളസ്ട്രോൾ സിന്തസിസിന്റെ പ്രൈമറി ഇൻഗ്രീഡിയന്റ്. കൊളസ്ട്രോൾ സിന്തസിസ് എന്ന് വെറുതെ ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് അസറ്റൈൽ കോയ ഇരിക്കണതാണ് പറ്റും. അസറ്റൈൽ കോയിൽ നിന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാവും. കൂടുതൽ ഗ്ലൂക്കോസ് ഗ്ലൈക്കോലൈസിസ് അണ്ടർഗോ ചെയ്യും. ആസ് എ റിസൾട്ട് അസറ്റൈൽ കോയിന്റെ പ്രൊഡക്ഷൻ കൂടും. കാർബ്സ് ആണ് നമ്മുടെ ബോഡിയിലെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി വരുന്നത്. വൺസ് നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സസ് എനർജി ഫാറ്റും കൊളസ്ട്രോൾ സിന്തസിസിലേക്ക് പോകും. പിന്നെ ഈ എക്സസ് വരുന്ന അസറ്റൈൽ കോയ ഉണ്ടെങ്കിൽ ലിവർ അതിനെ ഫാറ്റി ആസിഡ്സും കൊളസ്ട്രോളുമായിട്ട് കൺവേർട്ട് ചെയ്യും. ആസ് എ റിസൾട്ട് LDL ലെവൽ, ട്രൈഗ്ലിസറൈഡ് ലെവലൊക്കെ ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയണമെങ്കിൽ കാർബ് റിച്ച് ആയിട്ടുള്ള ചോറ്, ചപ്പാത്തി പോലുള്ള കാര്യങ്ങളും കൂടി മാനേജ് ചെയ്യാം.